കണ്ണൂർ തൃപ്പങ്ങോട്ടൂരിൽ വിവാഹാഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് നവജാത ശിശുവിന് ഗുരുതര ആരോഗ്യ പ്രശ്നം. 22 ദിവസം പ്രായമുള്ള പിഞ്ചുകുഞ്ഞ് ICUവിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ A ആണ് ചേരുന്നത്. നിഖിൽ, എന്തായാലും ഒരു ആഘോഷം അതിരു കടന്നപ്പോൾ ഇപ്പോൾ അതിൽ ഇരയായിരിക്കുന്നത് ഒരു പിഞ്ചു കുഞ്ഞാണ്. എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? കുട്ടിയുടെ ആരോഗ്യനിലയൊക്കെ ഏത് രീതിയിലാണ്? സ്വാതി, അതിരുകടന്ന ആഘോഷം എന്നതിനപ്പുറത്തേക്ക് വിവാഹ ആഭാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വിവാഹങ്ങൾക്ക് ഇത്തരത്തിൽ ഘോഷയാത്രകൾ നടത്തുന്നത് അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്നതൊക്കെ കണ്ണൂരിൽ പതിവാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്ന് തന്നെ പറയേണ്ടി വരും, അത് ഉപയോഗിച്ചു. മാത്രമല്ല, പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇങ്ങനെ പടക്കം പൊട്ടിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത് ആവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ആശങ്ക ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പടക്കം പൊട്ടിയതിന്റെ ആഘാതത്തിൽ കുട്ടിക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിക്ക് ആദ്യഘട്ടത്തിൽ അപസ്മാരത്തിന് സമാനമായ ഒരു അവസ്ഥ ഉണ്ടാവുകയും പിന്നീട് കുറെ സമയത്തേക്ക് ചലനമില്ലാതെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിനിഞ്ഞാന്നാണ് ഇത്തരത്തിൽ ഈ തൃപ്പങ്ങോട്ടൂരിൽ ഒരു വിവാഹം നടക്കുന്നത്. ആ വിവാഹത്തിൽ വരനെ ആനയിച്ചു വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായത്. അവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത്, ഇങ്ങനെ ഈ പടക്കം പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ചെറിയ കുട്ടിയുണ്ട്, 22 ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് ഇവിടെ പടക്കം പൊട്ടിക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവർ ഇത് തുടർന്നു. പിന്നീട് പോലീസിനെ ഉൾപ്പെടെ അറിയിച്ചു, കൊളവല്ലൂർ പോലീസിനെ അറിയിക്കുകയും പോലീസ് പടക്കം പൊട്ടിക്കരുതെന്ന് ഇവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ അതിന്റെ വൈരാഗ്യത്തിന് ഈ വരനെ ആനയിക്കുന്ന സമയത്ത് വീണ്ടും ഇവരുടെ വീടിന്റെ മതിലിനോട് ചേർന്ന് ഇത്തരത്തിൽ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ച് അത് പൊട്ടിച്ചു എന്നും ആ സമയത്താണ് കുട്ടിക്ക് ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കൊളവല്ലൂർ പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അക്കാര്യങ്ങളിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മിംസ് ആശുപത്രിയിലാണ്, കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ ഇപ്പോൾ കുട്ടി ചികിത്സയിലാണ്, ICUവിൽ തന്നെ തുടരുകയാണ്. ശരി നിഖിൽ, കണ്ണൂരിലാണ് പടക്കം പൊട്ടി പിഞ്ചു കുഞ്ഞ് ആശുപത്രിയിലായിരിക്കുന്നത്. വിവാഹ ആഘോഷത്തിന്റെ ഇടയിലാണ് ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിച്ചത്. അതിന് പിന്നാലെയാണ് ഗുരുതരാരോഗ്യ പ്രശ്നങ്ങളുമായി പിഞ്ചു കുഞ്ഞ് ICUവിൽ ചികിത്സയിൽ കഴിയുന്നത്.